എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പണ്ട് കാലം തൊട്ടേ നമ്മുടെയൊക്കെ വീടുകളിൽ തയ്യാറാക്കി വന്നിരുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അവല് വിളയിച്ചതിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു അവല് വിളയിച്ചത് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഒരുപാട് നാൾ കേടാവാതിരിക്കാനുമുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അവല് വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തീയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊട്ടുകടലയാണ്. അതായത് നമ്മുടെ ആ ഒരു മിക്സ്ചറിനകത്തൊക്കെ കാണില്ലേ ഒരു വെള്ള കളറിലുള്ള സാധനം, അതാണ് പൊട്ടുകടല എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, 1 മിനിറ്റിൽ താഴെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അതിൻ്റെ ആ ഒരു കളർ ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല. ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു അവല് വിളയിച്ചതിൽ പൊട്ടുകടല ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ആവശ്യത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് കേട്ടോ ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു പാനിൽ തന്നെ ബാക്കി വരുന്ന നെയ്യിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച എള്ളാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എള്ള് വന്നിട്ട് ഒന്ന് പൊട്ടി തുടങ്ങും, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ എള്ളും ഇവിടെ നല്ലപോലെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ റോസ്റ്റായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയൊരു പാത്രം തന്നെ നമുക്ക് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവലെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവല് വിളയിച്ചത് വന്നിട്ട് നെയ്യിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. നെയ്യ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നെയ്യെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ തിരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവല് വിളയിച്ചതിലേക്ക് തേങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ വേണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇതും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ്. തേങ്ങയിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അവല് വിളയിച്ചത് കുറച്ചധികം നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകും. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ ഇങ്ങനെ നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാവാതെയൊക്കെ സൂക്ഷിക്കാനും ഒക്കെ പറ്റും. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ അവൽ വിളയിച്ചതിന് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പാനിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കരയെല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞു വന്നാൽ മതിയാകും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അങ്ങനെയുള്ള പാനിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച ശർക്കരയുടെ അളവാണ് 1.5 കപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ ഉണ്ട ശർക്കരയൊക്കെയാണ് എടുക്കുന്നതെന്ന് ഒരിക്കൽ നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം 1.5 കപ്പ് അളന്നെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. അങ്ങനെ എടുക്കുന്ന ഉണ്ട ശർക്കരയൊക്കെ ആണെന്ന് ഒരിക്കൽ പാനിയാക്കിയതിന് ശേഷം നല്ലപോലെ തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. കാരണം അതിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ സഹായിക്കും അങ്ങനെ അരിച്ചെടുക്കുന്നതുകൊണ്ട്. ഞാനിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തുടക്കക്കാരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഒരു നൂൽ പരുവൊന്നും ആവാൻ നിൽക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയിച്ചത് വന്നിട്ട് കട്ടിയായി പോകും, നമുക്ക് ചവയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അവൽ വിളയിച്ചത് വന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാർ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിലിട്ട് നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളെടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. പാത്രമെല്ലാം നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1-2 ആഴ്ചയൊക്കെ ഈ ഒരു അവല് വിളയിച്ചത് കേടാവാതിരിക്കും.
നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായയുടെ ഒക്കെ കൂടെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അവൽ വിളയിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയെല്ലാം ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. ശർക്കരപ്പാനി മുഴുവനും വറ്റി ഡ്രൈ ആവാനായിട്ട് നിൽക്കുന്നില്ല. ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു അവൽ വിളയിച്ചതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കയും ജീരകവും കൂടി ഒന്ന് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, നല്ലപോലെ തണുക്കുകയും വേണ്ട. ഒരു 5 മിനിറ്റ് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് കുറഞ്ഞു വന്നാൽ മതി. നമ്മൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ചേർക്കുവാണെങ്കിൽ അവൽ പെട്ടെന്ന് ഹാർഡായി പോകും, നമുക്ക് ചവയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 200 ഗ്രാം അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മട്ട അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൽ വിളയിച്ചതിന് മട്ട അവലാണ് ഉപയോഗിക്കേണ്ടത്. വെള്ള അവലിനെക്കാട്ടിലും നല്ലത് മട്ട അവലാണ്. ഇതിപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ മുഴുവനും ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അവൽ വന്നിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് വന്നിട്ട് ചെറിയ സൈസിൽ കുറച്ച് കട്ടിയുള്ള അവലും, മറ്റൊന്ന് വന്നിട്ട് കുറച്ച് വലിയ സൈസിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അവലുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അവലാണ് ഈ ഒരു അവൽ വിളയിച്ചതിനൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നൈസായിട്ടുള്ള അവലാണെന്ന് വെച്ചിട്ട് കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു പോകാതെ ഹാർഡ് ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു അളവിൽ, അതായത് 200 ഗ്രാം അവലിന് 1.5 കപ്പ് ശർക്കര കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. ഒരുപാട് കൂടുതലുമല്ല, എന്നാൽ തീരെ കുറവുമല്ല. അപ്പം ഞാൻ അവൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും പൊട്ടുകടലയും അതുപോലെ തന്നെ എള്ളും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രം ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ സാധാരണ ചീനച്ചട്ടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തണുക്കണം. തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടാവാതൊക്കെ ഇരിക്കും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.